അതൊരു വലിയ ഏരിയ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ കേൾക്കണത് ആ ഒരു എൻട്രൻസ് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത്. ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയൊന്നും അല്ല വന്നേ. എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു ട്രോമയിലാണല്ലോ, അവിടെ നിന്നാണ് വന്ന് നമ്മൾ ഓടി വന്നപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, കുറച്ച് പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും. അപ്പോൾ ഇയാൾ ആ പുറത്തെങ്ങാനും നിന്നവരായിരിക്കും, അവർ അങ്ങനെ നടന്നു വന്നു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോൾ എൻ്റെ തലയിലൊന്ന് കുത്തി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ എന്തിനാ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. ചെയ്തപ്പോൾ എൻ്റെ മക്കളെ കരഞ്ഞുകൊണ്ട് അയാൾ വിട്ടിട്ട് പോയതാവാം. നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുക. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. ഇവരെല്ലാവരും സൈനിക വേഷത്തിലായിരുന്നു? അല്ല, എല്ലാവരും എനിക്കറിയില്ല. ടു ബി ക്ലിയർ, എൻ്റെ അടുത്ത് വന്ന ആൾ സൈനിക വേഷത്തിലല്ലായിരുന്നു. മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻഡ്. ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും, കുറേ പേരുണ്ടായിരുന്നു, നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററി ഓപ്പറേഷൻ അല്ലേ. പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരെയും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാണ് ഹിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഡെഡാണ്, ഹീ ഈസ് നോട്ട് ഇഞ്ചേർഡ്. കാരണം അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആദ്യം ഇവാക്യുവേറ്റ് ചെയ്ത്, ദാറ്റ്സ് ദ നോർമൽ പ്രൊസീജിയർ ആയിട്ട്. അപ്പോൾ രാത്രി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എൻ്റെ അച്ഛനെ.